உண்மையான பேர் என்ன தெரியுமா? டெவில்ஸ் கிச்சன். மனிதர் உணர்ந்துகொள்ள இது மனித காதல் அல்ல, அதையும் தாண்டி புனிதமானது. കൊയിലാണ്ടി എക്സ്പോയിലുള്ളത്. അപ്പോൾ എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്, ഒരു പൈത്തൺ, ഒരു ഗംഭീര പൈത്തൺ. ആ പാമ്പിനെയും കഴുത്തിലിട്ടുകൊണ്ടാണ് ഞാനിപ്പോൾ വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ ഷാക്ക് സഫാരിയുടെ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് കൊയിലാണ്ടി ഫെസ്റ്റ് നടക്കുന്ന ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ കൊയിലാണ്ടി അരിക്കുളത്തേക്ക് പോകുന്ന വഴിക്ക്, ആ അരിക്കുളത്തേക്ക് പോകുന്ന വഴിക്ക് തന്നെ ടോളുണ്ട്. ആ ടോളിന് തൊട്ടടുത്താണ് ഈ ഫെസ്റ്റ് നടക്കുന്നത്. ഇവിടെ തന്നെ നല്ലോണം ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഗുണാകേന്ദ്ര ശബ്ദമുണ്ട്. അതുപോലെ തന്നെ ബേഡ്സൊക്കെ ഇങ്ങനെ സ്വൈര്യവിഹാരം നടത്തുകയാണ് ഇവിടെ. അപ്പോൾ ഇങ്ങോട്ട് വന്നാൽ നമുക്ക് പാമ്പിൻ്റെ കൂടെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് പാമ്പിനെ നമുക്ക് ഫ്രണ്ടാക്കി മാറ്റാം. അപ്പോൾ പാമ്പുകളും പക്ഷികളൊക്കെ ഉള്ള ഒരു മായിക ലോകമാണ്. അപ്പോൾ എല്ലാവരും കൊയിലാണ്ടി ഫെസ്റ്റിലേക്ക് വരിക. കൊയിലാണ്ടി ഫെസ്റ്റിലെ മനോഹരമായ കാഴ്ചകൾ കാണാം. ഓക്കെ. പറഞ്ഞു തരും. ഇവിടെ കിളികളൊക്കെ വളരെ ലൈവായിട്ടാണ്. നമുക്ക് തൊട്ടടുത്ത് നിന്ന് കിളികളായിട്ട് കളിക്കാം. കയ്യിൽ കിളികളെ പിടിക്കാം. കണ്ടോ, കയ്യിൽ കിളികളെ പിടിക്കാം. അപ്പോൾ പാമ്പുണ്ട്. ഒരു വെറൈറ്റി ലോകമാട്ടോ ഇവിടെ. തൊട്ടെൻ്റെ കാലത്തേക്ക് കൂടെ പ്രാവ് ഇങ്ങനെ പറന്നു പോകുന്നുണ്ട്. ഇപ്പോൾ കൊയിലാണ്ടി അരിക്കുളം പോകുന്ന വഴിക്ക് റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ തൊട്ടതായി തന്നെയാണ് ഈ പ്രദർശനം നടക്കുന്നത്. ഓ, ഇവിടെ നമ്മളെ ശബ്ദമൊന്നും കേൾക്കില്ല, കിളികളുടെ ശബ്ദം മാത്രമേ കേൾക്കുള്ളൂ. അപ്പോൾ ഇതാ ഒരു മെക്കാവോ, നല്ല ഭംഗിയുള്ളൊരു മെക്കാവോ നമ്മുടെ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്ന മുമ്പ് ആൾ ഗംഭീരനാക്കുക കേട്ടോ. ഗംഭീരനാക്കാണ്.
ഇതാ ചേട്ടായി ഇതാ പാമ്പോയിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. ചേട്ടായി പാമ്പോയിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. ഗംഭീരമായിട്ടുള്ളൊരു കോഴി, ഫാൻസി കോഴിയാണ്. ഫാൻസി കോഴിയുള്ള വലിയൊരു ഇതുണ്ട്. പക്ഷെ ഇവിടെ ഭയങ്കര വോയിസ് എടുക്കണം. കാരണം ഈ പക്ഷികളുടെ ശബ്ദത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ വല്ലാണ്ട് വോയിസ് എടുക്കണം. വല്ലാണ്ട് വോയിസ് എടുത്താൽ മാത്രമാണ് നമുക്ക് ഇതിൽ റെക്കോർഡ് ചെയ്ത് കിട്ടുള്ളൂ. എന്തായാലും നല്ല രസം കേട്ടോ. നമ്മൾ സാധാരണ എക്സിബിഷനിൽ പോയാൽ കൂട്ടിനകത്ത് അടച്ച് വെച്ച കിളികളെ കാണാറ്. ഇവിടെ കൂട്ടിനകത്ത് അടച്ച് വെച്ച കുറച്ച് കിളികളുണ്ട്. പക്ഷെ അതിനെ പുറത്ത് വിടും. അത് കുറച്ച് രാത്രിയൊക്കെ അതിനെ പുറത്ത് വിടും. ഇപ്പം വെട്ടമുള്ളത് കൊണ്ടാണ്. ഇവിടെ എന്ത് രസമല്ല കാണാൻ. നല്ല ഭംഗിയുള്ളൊരു പാരറ്റ് അവിടെ അതിൻ്റെ ചോളം കഴിക്കാൻ വേണ്ടി വരികയാണ്. കോണ് കഴിക്കാൻ വേണ്ടി വരുന്നൊരു കാഴ്ച. അങ്ങനെ എന്തുകൊണ്ട് ഭംഗിയുള്ളൊരു നല്ല രസമുള്ള കാഴ്ച കേട്ടോ. ഇവിടെ എന്തായാലും നഷ്ടം ഉണ്ടാവില്ല. 50 രൂപയുടെ ടിക്കറ്റ് എടുത്ത് കയറി കഴിഞ്ഞാൽ ഈ ഒരു കാഴ്ച മാത്രം മതി. ഗുണാകേവം ഈ ഒരു കാഴ്ചയെ മാത്രം മതി. വേറെ ഒന്നും നമ്മൾ നോക്കണ്ട, ഇത് മാത്രം മതി. ഇതാ പുള്ളിക്കാരൻ നല്ല ഉറക്കിലാണ്. ഇഗ്വാന ഇതൊക്കെ നമ്മളായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുക കേട്ടോ. നമ്മളായിട്ട് വളരെ ഫ്രണ്ട്ലി ആണ്. കണ്ടോ, നമ്മളൊക്കെ എടുത്തിട്ട് താത്തിയിട്ടൊക്കെ ഒന്നൊരു പ്രശ്നമില്ല. ആൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഇഗ്വാന വളരെ ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ ഇത് അവിടെ ഒരു ഗിനിക്കോയ് ഉണ്ട്. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സംഗതികളുണ്ട്. അപ്പോൾ കൊയിലാണ്ടി ഫെസ്റ്റ് മറന്നു പോകണ്ട. കൊയിലാണ്ടി ഫെസ്റ്റ് ഇത്തരം കാഴ്ചകൾ കാണുമെങ്കിൽ നേരെ കൊയിലാണ്ടി ഫെസ്റ്റിലേക്ക് വന്നാൽ മതി. ഒരു കിളികളുടെയും പക്ഷികളുടെ ഒക്കെ തന്നെ മായിക ലോകം തന്നെയാണിത്. ഇവിടെ പാട്ടും കിളികളുടെ ശബ്ദം എല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് നമുക്ക് ശബ്ദം വോയിസ് വല്ലാണ്ട് എടുക്കേണ്ടി വരുന്നുണ്ട്. എന്നാലും സാരില്ല, നമ്മൾ നാച്ചുറലായിട്ട് വോയിസ് എടുക്കുന്നത് അതാണ് സുഖം. അതിൻ്റെ കൂടെ ഈ കിളികളുടെയൊക്കെ പശ്ചാത്തല സംഗീതം കൂടി ചേരുമ്പോൾ നല്ല രസമുണ്ടാവും. അപ്പം ഈ ഒരു മരച്ചില നിറച്ച കിളികളാട്ടോ. ഈ ഒരു മരച്ചില നിറച്ച കിളികളാണ്. ഇതൊക്കെ ഇപ്പോൾ പറക്കാൻ വേണ്ടി പോവാണ് ആശാൻ. ഓ എന്നാ ഒരു ഭംഗി അടിപൊളി. കിളികളെ പറത്തുന്നുണ്ട്. അപ്പോൾ നല്ല രസികൻ കാഴ്ചകളാണ് കാണുന്നത്. അപ്പോൾ ആരും മറന്നുകൊണ്ട ഈ ബേഡിൻ്റെ എന്താ പറയുക, ബേഡ്സ്, കിളികൾ, കോഴികളെല്ലാം കൂടി പാമ്പും എല്ലാം കൂടി എന്ത് രസമാണെന്ന് അറിയുമോ. അപ്പോൾ കുട്ടികളൊക്കെ എനിക്ക് പോരട്ടോ വെക്കണം. അപ്പോൾ ഇതിനടുത്ത് ഇതാ സ്കൈ ബ്ലൂ കളറുണ്ട്, ഇഗ്വാനുണ്ട്, പാരറ്റ്സ് ഉണ്ട്. കമ്പിളി പുതപ്പിട്ട കോഴികൾ എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ കമ്പിളി പുതപ്പിട്ട പോലുള്ളൊരു കോഴികളാണ്. നല്ല ഭംഗിയുള്ള മനോഹരമായ കോഴികളാണ്. കണ്ടോ കോഴികളുടെയൊക്കെ. കണ്ടോ കോഴികളടക്കം നല്ലൊരു വെറൈറ്റി കോഴികൾ കേട്ടോ. വെറൈറ്റി കോഴികളാ. എന്തൊരു ഭംഗിയാണെന്നറിയോ. ഇതിൻ്റെയൊക്കെ ചെറിയ കുട്ടികളുണ്ട് ഇവിടെ. ഇതിൻ്റെ ചെറിയ കുട്ടികളുണ്ട്. എന്തൊരു ഞാനെന്താ വെച്ചാൽ ഇത് പിന്നെ പോയിട്ട് വോയിസ് ഓവർ എടുക്കുന്നില്ല, ഇപ്പോൾ തന്നെ എടുക്കുക. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ കിളികളുടെ ശബ്ദം കയറുമ്പോൾ എന്തായാലും അതൊരു ഭംഗിയായിരിക്കും, അത് ഉറപ്പാണ്. പിന്നെ കൂട്ടിലുണ്ട് കേട്ടോ കുറേ താരങ്ങൾ കൂട്ടിലുണ്ട്. അപ്പോൾ ഇത് മതി, ഇതന്നെ മതി. പൈസക്ക് മാത്രമുണ്ട്. നമ്മളെ എന്താ പറയുക, നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കാണാൻ പൈസക്ക് മാത്രമുണ്ട്. അത്രയും മനോഹരമായ കാഴ്ചകളാണ്. ഇതാ പക്ഷികളൊക്കെ കണ്ട റെസ്റ്റ് എടുക്കുന്ന ആളുകളുണ്ട്. ചില ആളുകൾ കൂട്ടിലുണ്ട്. ഇതാ ഒരു ലവ് ബേർഡ്സ് ഉണ്ട്. നമ്മളെ കണ്ടപ്പോൾ പറന്ന് താഴേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. നമുക്കിതിനെ പിടിച്ച് തുറന്ന് പുറത്ത് വിട്ടാലും പ്രശ്നമൊന്നുമില്ല. റിങ്സൊക്കെ ഇട്ട് നല്ല മൊഞ്ചത്തിയായിട്ട് 2 പേരുണ്ട് ഇവിടെ. അവിടെ ലവ് ബേർഡ്സൊക്കെ രസികരമുള്ള ആളുകൾ. ഇത് ഇഗ്വാന വെള്ളം കുടിക്കാൻ പോയി. ഇതിനൊക്കെ പുറത്തിടുന്ന കേട്ടോ. ഇതിനൊക്കെ പുറത്തിടുന്നതാണ്. ഇഗ്വാന ഇപ്പോൾ അതിൻ്റെ ഫീഡിങ് ടൈമാണെന്ന് തോന്നും. അതുകൊണ്ടായിരിക്കും ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ടാകുക. അപ്പോൾ അതിതാ ഇഗ്വാനുണ്ട്, വൈറ്റ് റാറ്റ്, ഇഗ്വാനൻ്റെ കുട്ടികൾ, ഇഗ്വാനയുടെ കുട്ടികളുണ്ട്, വൈറ്റ് റാറ്റ് ഉണ്ട്. സൈലൻ്റ് ആയിട്ട് അവിടെ കിടക്കുക. അതൊന്ന് വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര ശല്യമുണ്ട്. ഇതാ നമ്മളെ തുറപ്പൻ കുട്ടിയുണ്ട് ഇവിടെ. നമ്മളെ തുറപ്പന് എല്ലാവർക്കും പേടിയായിരിക്കും, പക്ഷെ ആള് ഗംഭീരനാണ്.
മൂപ്പരൊക്കെ ഇവിടെ രാജാവായിട്ട് ബാലൻസാണ് തുറപ്പൻ. ഇവിടെ ഒരു ഫാൻസി കോഴിയാന്ന് തോന്നുന്നു, എന്താണെന്ന് അറിയില്ല. എന്ത് ഭംഗിയല്ലേ കാണാൻ, നല്ല ഫ്ലവർ വെച്ച എന്താ പറയുക, അതിൻ്റെ പൂവൊക്കെ ഉണ്ട്, എന്ത് രസമാണല്ലേ, നല്ല രസമുണ്ട്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ ഈ കൊയിലാണ്ടി ഫെസ്റ്റ് നമ്മൾ കൊയിലാണ്ടി ടോളിൻ്റെ അടുത്താണ്, അരിക്കുളം ഭാഗത്തേക്ക് പോകുന്ന വഴിക്ക് ടോളിൻ്റെ അടുത്താണ് ഈ ഫെസ്റ്റ്. അപ്പം ഇവിടെ വന്നാൽ പക്ഷികൾക്ക് ലൈവായിട്ട് ഫീഡ് ചെയ്യട്ടോ, ലൈവായിട്ട് ഭക്ഷണം കൊടുക്കാനൊക്കെ ഉള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നല്ലൊരു ചാൻസ് ആണ് ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ, കുട്ടികളും അതുപോലെ തന്നെ നമ്മൾ ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പക്ഷികൾക്ക് ഇങ്ങനെ ഭക്ഷണമൊക്കെ കൊടുക്കാൻ പറ്റും, ഫീഡിങ് ഒക്കെ ചെയ്യാൻ പറ്റും. നല്ല രസമാണ്, വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇവിടുത്തെ ബേഡ്സൊക്കെ നമ്മളങ്ങനെ ഉപദ്രവിക്കുകയൊന്നും ചെയ്യില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഫാമിലി ഇപ്പോൾ ഇതാ പക്ഷികൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ ഭാര്യയുണ്ട്. അപ്പോൾ നല്ല ഹാരാണ്, ഇതൊക്കെ രസമാണ്, റീൽസ് ഒക്കെ എടുക്കണമൊക്കെ നല്ല ചാൻസും കൂടിയാണ്. അപ്പം എന്തായാലും ജാനുവരി 5 വരെ പ്രദർശനമുണ്ട്. എൻ്റെ മോനാണ് ഇപ്പോൾ കൊടുക്കുന്നത്, വൈഫും മോനൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിങ്ങനെ ചാൻസാണിത്. അപ്പോൾ ഞാൻ ഈ കൊയിലാണ്ടി ഫെസ്റ്റിലെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പോൾ തൽക്കാലം ഷാക്ക് സഫാരി ഇടുന്ന എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ എനിക്ക് നല്ലൊരു കൂട്ടുകാരനെ കിട്ടി കേട്ടോ, ഒരു ഇഗ്വാന. അങ്ങനെ എല്ലാവർക്കും കിട്ടും നല്ല നല്ല കൂട്ടുകാരാ. പാമ്പ്, ഇഗ്വാന, ഫാൻസി കോഴികൾ, അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ തൽക്കാലം ഞാൻ കൊയിലാണ്ടി ഫെസ്റ്റിൽ വിട പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, എന്താണ് ഇതിൻ്റെ പേരിട്ടുണ്ടോ? രായപ്പൻ. രായപ്പൻ, ആ നമ്മൾ രായപ്പണ്ണൻ്റെ കൂടെ ഉള്ളത്. രായപ്പണ്ണൻ നോക്കണ നോട്ടം കണ്ടോ? അപ്പോൾ പ്രിയപ്പെട്ട രായപ്പണ്ണൻ്റെ കൂടെ ഇന്നത്തെ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഷാക്ക് സഫാരിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും നല്ലൊരു നമസ്കാരം. എല്ലാവരും ഇങ്ങനെ വരിക, കുടുംബസമേതം കൊയിലാണ്ടി ഫെസ്റ്റിലേക്ക് ഒരു അടിച്ചട് പൊളിക്കുക. അല്ലേ രായപ്പ?